അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇപ്പോഴത്തെ നമ്മുടെ കോഴിക്കോടിൻ്റെ ട്രെൻഡല്ലേ കൂന്തൽ നിറച്ചത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് ഒരു പ്രോൺസും നമ്മുടെ ഞണ്ട് കൂടി മിക്സഡ് ആയിട്ടൊരു റോസ്റ്റ് തയ്യാറാക്കിയാലോ? അപ്പോൾ ആ റോസ്റ്റിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം റോസ്റ്റിനായിട്ട് ഞാനിവിടെ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കൊരു 10-20 കൊച്ചുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതും ഒരു 1-2 സവാള ഒന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എത്രത്തോളം സവാള ഒന്ന് ക്യാരമലൈസ്ഡ് ആവുന്നോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുന്നത്. റോസ്റ്റിനകത്ത് എപ്പോഴും നമ്മൾ ആ ഒരു സവാള കടിക്കുമ്പോൾ ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഫീൽ വരണം കേട്ടോ. പെട്ടെന്ന് ഒന്ന് വാടി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ക്യാരമലൈസ്ഡ് ആവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്ക് മുളക് പൊടി, കുരുമുളക് പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടും പ്രോൺസും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവൂ. ഇനി എന്നിട്ട് അതൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി പ്രോൺസ് ഞണ്ട് റോസ്റ്റ് റെഡിയായി കിട്ടും. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ. ഇതേപോലെ റോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണ്ട കേട്ടോ. അവസാനം നമുക്ക് എരി കുറവ് തോന്നിയാൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പ്രോൺസും ഞണ്ടും കൂടി ഇങ്ങനെ വെറൈറ്റിക്ക് വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിന് കോംബോ ആയിട്ട് ഇവിടെ അപ്പമാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത്. അപ്പമല്ല, ദോശയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത്. ഏകദേശം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ റോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സായിട്ടുള്ള ഒരു ടേസ്റ്റില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഗ്രേവി ഒന്ന് ആക്കാൻ നോക്കണം. പുട്ടിലൊക്കെ ഒഴിച്ച് കഴിക്കണ്ടേ. ഞാനിപ്പം കോംബോ ആയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പ്രോൺസിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പ്രോൺസും ഞണ്ടുകൂടിയൊക്കെയുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദോശയുടെ കൂടെ കഴിക്കാം കേട്ടോ.